പൂക്കളോടുമുള്ള ഇഷ്ടം കാരണം അത് കളക്ട് ചെയ്ത് ഒരുപാട് കളക്ഷനായി കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലുള്ളവരും അതുപോലെ അടുത്ത സ്ഥലക്കാരും അതുപോലെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുമ്പോൾ അവരും എല്ലാവരും കൂടെ കൂടിയിട്ട് സെയിലിനുണ്ടോ എന്ന് ചോദിച്ച് ആ ചോദ്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംരംഭകയെ, അതായത് ഒരു കുഞ്ഞു സംരംഭകയായ വീട്ടമ്മയെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇത്രയും വെറൈറ്റിയുള്ള ഒരു ഹോം ഗാർഡനും കണ്ടിട്ടില്ല, നമ്മൾ ഒരു മെയിൻ ഗാർഡനും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപാട് ഗാർഡനിൽ നമ്മളിപ്പോൾ ഈ സീസണിൽ മെയിനായിട്ട് ബൊഗൻവില്ല ഗാർഡനുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നഴ്സറികളിലും. പക്ഷേ ഇവിടുത്തെ ഇത്രയും വെറൈറ്റി നമുക്ക് എവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും ശരിക്കും ഞെട്ടിപ്പോവും ഇവിടുത്തെ വെറൈറ്റികൾ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വെറൈറ്റികൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഒരു 35 മിനിറ്റോളം വീഡിയോ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ വെറൈറ്റികളും അതിൻ്റെ ഓരോ പ്രത്യേകതകളും എല്ലാം നമുക്ക് ഇവിടുത്തെ ഗാർഡനിലെ ആളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് റാബിയ ഉസ്മാൻ. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് ചിറ്റണ്ടയിലാണ് എൻ്റെ ഈ ഗാർഡൻ ഉള്ളത്. ഇവിടെ ബോഗൺവില്ലും ഗ്രൗണ്ട് ഓർക്കിഡാണ് ഉള്ളത്. ഈ സീസണിൽ ബോഗൺവില്ലാണ് സെയിൽ ചെയ്യണത്. വലിയൊരു നഴ്സറി അല്ല, ചെറുതായിട്ട് സെയിൽ തുടങ്ങിയതാണ്. ആദ്യം കളക്ഷനായിരുന്നു, പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടുള്ളൊരു കളക്ഷനാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ നമ്മളിങ്ങനെ ഫോട്ടോസ് ഇടുമ്പോൾ ആളുകൾ ചോദിക്കും സെയിലുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ബോഗൺവില്ല സെയിൽ ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് ആദ്യം ചെയ്തിരുന്നത്, അതിപ്പോഴും ഉണ്ട്. ഇപ്പം അതിൻ്റെ സീസൺ അല്ല. അപ്പോൾ ബോഗൺവില്ല അങ്ങനെയാണ് സെയിലിലേക്ക് വന്നത്. വലിയ നഴ്സറി അല്ല, ഒരു ചെറിയൊരു ഹോം ഗാർഡൻ ആണ്. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഓൺലൈനാണ് കൂടുതലും, ഇവിടെ വന്നെടുക്കുന്നവരും ഉണ്ട്. അതെല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇതിൽ വീഡിയോയിൽ നമ്പർ കണ്ട് അതിൽ വിളിക്കലാണോ അതോ വാട്സപ്പ് ചെയ്യണോ, ഏതാ കൂടുതൽ? രണ്ടും ചെയ്യാറുണ്ട്, വാട്സപ്പ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ആദ്യം വിളിക്കും, എന്നിട്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പക്ഷെ പുതിയത് കുറേ വന്നിട്ടുണ്ട്. ഈ വർഷം ഗോൾഡൻ ലീഫും വെറിഗേറ്റഡും ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. അതെല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ. ഇത് വാട്ടർമെലൻ കിസിന്റെ വെറിഗേറ്റഡ് ആണ് കേട്ടോ. വെറിഗേറ്റഡ് ഈ വർഷം ഇറങ്ങിയതാണ്. ഇനി ഗോൾഡൻ വാട്ടർമെലനും ഇറങ്ങിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അതല്ലേ, വാട്ടർമെലൻ കിസ് നമ്മൾ ആദ്യമായിട്ട് കാണുക. ഓക്കെ. അതിപ്പോ ഈ സീസണിൽ വന്നതല്ലേ? അതെ, ഈ സീസണിൽ വന്നതാ. വെരിഗേഷൻ കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ? അതെ അതെ. മഹാറാണി പേര് പോലെ തന്നെ മഹാറാണിക്ക് ആ ഒരു സ്ഥാനം എപ്പോഴും ഉണ്ടല്ലേ? ഡിമാൻഡ് ഉണ്ടല്ലേ? ഉണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഫുള്ള് ഇങ്ങനെ മൾട്ടി ആയിട്ട് കളറായിട്ടുള്ള വിരിയ. ഒരു ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോഴത്തേനും അടിപൊളിയാല്ലേ? പല കളറും പല ആ ഒരു ശരിക്കൊരു പേരിനെ അംഗീകരിക്കുന്ന ഒരു ചെടിയായി മഹാറാണി അല്ലേ? അതെ അതെ. ടൈഗർ റൂബി റെഡ് ആണ്. ടൈഗർ ഓറഞ്ച് ആണ് കോമൺ ആയിട്ടുള്ളത്. ഈ ടൈഗർ റൂബി റെഡ് ഈ വർഷം കിട്ടിയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ ആ ഇലക്ക് നല്ല പ്രത്യേകത ഉണ്ടല്ലേ? പൂവില്ലെങ്കിലും ഇല കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓരോ ദിവസം പുതിയത് വന്നോണ്ടിരിക്കല്ലേ? ഇല്ല പിന്നെ കളക്ട് ചെയ്യുന്നവർക്ക് വട്ടാവും. അതെ, ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട്. ഇത് ഗോൾഡൻ ബ്ലെസ്സഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്ലാന്റ് വന്നതാണ്. ആദ്യമായിട്ട് ഇപ്പോഴാണ് വിരിയണത്. ഫ്ലവർ കണ്ടു വാങ്ങിയതൊന്നല്ല, വന്നതിന് ശേഷമാണ് വിരിഞ്ഞിട്ടുള്ളത്. അതെ അതെ, ലൈറ്റ് പർപ്പിൾ ആണ്. പ്രശ്നമില്ല. നല്ല വെറൈറ്റി ആണ്. അടിപൊളിയായി. അതെ അതെ. ഇല ഫുള്ള് ലൈറ്റ് ഗ്രീൻ അല്ലേ? ഒരു യെല്ലോ ഷെയ്ഡിൽ വരും, പിന്നെ അങ്ങനെ ഗ്രീനിലേക്ക് മാറുന്നല്ലേ? ബട്ടർ കപ്പിന്റെ ഗോൾഡൻ ബട്ടർ കപ്പ്. ആ ഇലയുടെ ആ ഒരു പ്രത്യേകത. അതെ, പൂവൊക്കെ ബട്ടർ കപ്പ് തന്നെ, പക്ഷെ ലീഫ് നല്ല യെല്ലോ. ഇതൊരു ചട്ടിയിൽ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് പക്ഷെ ചെറുതാ. ഇത് ഈ വർഷം കിട്ടിയിട്ടുള്ളൂ. ഈ വർഷം കിട്ടുന്ന കാരണം കൊണ്ട് ചില ചെടികളൊക്കെ നമുക്ക് ചെറുതാ. അടുത്ത വർഷം ആകുമ്പോഴത്തേനും അത് നന്നായിട്ട് വലുതായി കഴിയുമ്പോൾ നല്ല ഒരു ചട്ടി നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അതെ അതെ നല്ല ഭംഗിയുണ്ട്. ചട്ടി മതി. സയാപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ലീഫ് കണ്ടില്ലേ, വെറിഗേറ്റഡ് ആയിട്ട് ഇങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ പൂക്കൾ ഇങ്ങനെ പിങ്ക് കളറില് നിറയെ പൂക്കളുണ്ട്. പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഈ വർഷം തന്നെ ഇതൊക്കെ കിട്ടിയിട്ടുള്ള കയ്യില്. നല്ല അടിപൊളിയാ. ചുനിഗോസാമി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ വർഷം കിട്ടിയതാട്ടാ. നല്ല വെറൈറ്റിയാ, നിറയെ പൂ പിടിക്കും. അടുത്ത പ്രാവശ്യം ബാബുസ്വാമി ഒക്കെ ആയിരിക്കും പുതിയ വെറൈറ്റി. ഇത് ഗോൾഡൻ സ്പ്ലാഷ്. ഇതിന്റെ വെറിഗേറ്റഡ് ഉണ്ട്, ഗ്രീൻ ലീഫ് ഉണ്ട്, സ്പ്ലാഷ്. ഗോൾഡൻ സ്പ്ലാഷ് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ലൈറ്റ് യെല്ലോ വരുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയുള്ള കളറാണ്. സ്പ്ലാഷ് സാധാ സ്പ്ലാഷ് തന്നെ അടിപൊളിയാണ്. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേനും ഒന്നും കൂടി ഭംഗിയാണ്. അതെ അതെ. ഇതും ചെറുതാണ്. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അതെ. ബിനോ വൈറ്റ് ഗോൾഡൻ ലീഫില് വൈറ്റ് ഫ്ലവർ ആയിട്ട്. ഇതും പുതിയ വെറൈറ്റി തന്നെ. ഈ വർഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
ആ കഴിഞ്ഞ വർഷം ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഈ വർഷമാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. പ്യുവർ വൈറ്റ് അല്ലേ? അതെ, പ്യുവർ വൈറ്റ്. ഗോൾഡൻ ഫ്ലെയിം പർപ്പിള്, ഫ്ലെയിമിന്റെ പർപ്പിള്, അത് ഗോൾഡൻ ലീഫിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതെ അതെ, ഇതും ഈ വർഷം കിട്ടിയിട്ടുള്ളൂ. ലീഫ് തന്നെ ഒരു പ്രത്യേക തരം ലീഫാണ്, നല്ല ലീഫാണ്. പിന്നെ ഫ്ലവറും നമ്മളെ ഫ്ലെയിം റെഡും ഫെറോപ്പാലൊക്കെ അല്ലേ, അതിന്റെ സെയിം തന്നെ പർപ്പിളാന്നുള്ളൂ. അങ്ങനത്തെ ആ ഒരു പർപ്പിളിൽ വന്നിട്ടില്ലല്ലോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഗോൾഡൻ ഫ്ലെയിം പർപ്പിൾ. ഇത് ഫാത്തിമ പിങ്ക്. ഫാത്തിമ യെല്ലോ ആയിരുന്നു നേരത്തെ ഉള്ളത്. കഴിഞ്ഞ വർഷം യെല്ലോ കിട്ടി, ഈ വർഷമാണ് പിങ്ക് കിട്ടിയത് നമുക്ക്. ഇത് കുറച്ച് ഭംഗിയുണ്ടല്ലേ? രണ്ടും നല്ലത് തന്നെ, നിറയെ പൂ പിടിക്കും. കുഞ്ഞി പൂവാന്നേ ഉള്ളൂ. അതെ അതെ, ടാങ്ലോണൊക്കെ പോലെ. ടാങ്ലോണേക്കാളും കുറച്ചുകൂടെ വിരിയും അല്ലേ ഫാത്തിമ? വിരിയും വിരിയും. ഇത് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഈ വർഷമാണ് ഫ്ലവർ ആയത്. ബംബാങ് ഗോൾഡ്. അടിപൊളി പേരല്ലേ? അതെ, ചെറിയ ലീഫും ചെറിയ പൂക്കളും. ഗോൾഡൻ ലീഫ് തന്നെ. അതെ അതെ, ഞാന് എങ്ങനെയായാലും കളർ ഒരുപോലെ ആയാലും വെറൈറ്റി കണ്ടാ വാങ്ങിക്കും, കളക്ഷനിൽ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കും. അത് ക്രേസ് ആയ പിന്നെ ഒരു രക്ഷയില്ല. അതെ അതെ, നമ്മൾ എങ്ങനെയും വാങ്ങും. ഫാത്തിമ യെല്ലോ. ഫാത്തിമ യെല്ലോ പൂക്കൾ കുറെ കൊഴിഞ്ഞതാണ്, ഇതിലും കൂടുതലുണ്ടായിരുന്നു. അതേ പാറ്റേൺ തന്നെ അല്ലേ? അതെ അതേ പാറ്റേൺ തന്നെ. ഇതും ഈ വർഷം കിട്ടിയതാ, ചില്ലി യെല്ലോ വെറിഗേറ്റഡ്. അടിപൊളിയായിട്ടുണ്ട്. ചില്ലി റെഡ് ഉണ്ട്, പക്ഷെ അതിൽ ഫ്ലവർ ഇല്ല, യെല്ലോ മാത്രമേ ഫ്ലവർ ആയിട്ടുള്ളൂ. ഇങ്ങനെ ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അതെ അതെ, പുതിയത് വന്നോണ്ടിരിക്കുക. ഇത് സ്പ്ലാഷ് വെറിഗേറ്റഡ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടത് ഗോൾഡൻ സ്പ്ലാഷ്, അതിന്റെ വെറിഗേറ്റഡ്. ഫ്ലവർ ഇങ്ങനെ വൈറ്റും പിങ്കും ഷെയ്ഡായിട്ട്. എനിക്ക് തോന്നുന്നു മിസ് വേൾഡിന്റെ ഫ്ലവറിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ, നല്ല വെറൈറ്റിയാണ്. പൂവും കൂടിയിട്ടാകുമ്പോഴേ കളറ് ആദ്യം വിരിയുമ്പോ ഇങ്ങനെയാവും, പിന്നെ ഇങ്ങനെ ഈ കളറിലേക്ക് മാറും. അങ്ങനെ നല്ല ഭംഗിയാ കാണാം. നല്ല എടുപ്പുണ്ട്, എവിടെ വെച്ച് കഴിഞ്ഞാലും കാണും, എടുത്ത് കാണിക്കും ആളിനെ. ഇത് നമ്മളെ ഗോൾഡൻ മാവു. ഗോൾഡൻ ലീഫിൽ ആദ്യം ഇറങ്ങിയ ഒരു വെറൈറ്റിയാണ് ഇത്, ഗോൾഡൻ മാവു. ഇത് കുറെ മുന്നേ എന്റെ കയ്യിലുണ്ട് ഈ പ്ലാന്റ്. ഇതിനൊരു മഴ കൊള്ളരുത് എന്നാണ് ഇതിന്റെ ഒരു ഇത്. മഴ കൊള്ളാൻ പാടില്ല, മഴ കൊണ്ട പോകും. എത്ര വലിയ പ്ലാന്റ് ആണെങ്കിലും മഴ കൊണ്ട പെട്ടെന്ന് പോകും. ഇങ്ങനെ ലീഫില് നല്ല ചെറുനാരങ്ങയുടെ കളറല്ലേ, എന്നിട്ട് പിന്നെ ഇതുപോലെ നിറയെ പൂവുണ്ടാവും. നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് അത്. നമുക്ക് അത്യാവശ്യം ബുഷായി കിട്ടിയില്ലേ ഇത്? ഒരു വർഷം കൊണ്ട് ഇത്ര ആയില്ലേ? അല്ല, ഇത് കുറെ വർഷമായി, 3-4 വർഷമായിട്ട് എന്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ്. ടൈം എടുക്കൂലേ? അന്നാണ് ഇങ്ങനെ ഗോൾഡൻ ലീഫ് ഒക്കെ ആദ്യമായിട്ട് വന്നത്, പക്ഷെ ഇപ്പോഴാണ് കൂടുതൽ വെറൈറ്റി വന്നത്. ഗോൾഡൻ ലീഫിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു പ്ലാന്റ് ഇതാണ് ഗോൾഡൻ മാവു. ഇപ്പൊ നല്ല ഇത്ര ആയപ്പോഴത്തേനും നല്ല നല്ല ഭംഗിയായി. അതെ അതെ, വലിയ ചട്ടിയിലും കൂടെ ആയതുകൊണ്ട്. അന്നേ വലിയൊരു പ്ലാന്റ്, 2 പ്ലാന്റ് ഉണ്ട് എന്റെ അടുത്ത്. ഇതൊരു അടിപൊളി വെറൈറ്റി ആയില്ലേ ഇപ്പൊ? അതെ, നല്ല വെറൈറ്റിയാ, നല്ല ഡിമാൻഡും ഉണ്ട്. ഇത് ചൈനീസ് ബ്ലൂബെറി എന്ന് പറയും. മുള്ള് ഇല്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. പിന്നെ ലീഫ് ഇങ്ങനെ ചുരുണ്ടിട്ട് നിറയെ പൂക്കള്. സാധാ ബ്ലൂബെറി അല്ല, സാധാ ബ്ലൂബെറി വേറെ ഉണ്ട്, അത് അപ്പുറത്ത് ഞാൻ കാണിക്കാം. ഇത് ചൈനീസ് ബ്ലൂബെറി. പിന്നെ പൂക്കള് ഒന്നും കൂടെ ഡാർക്ക് കളറാണ്, മറ്റേക്കാളും ഡാർക്ക് കളറ്. പെട്ടെന്ന് കാണുന്നവർ വിചാരിക്കും എല്ലാം ഒരുപോലെ, പക്ഷെ അല്ല, വ്യത്യാസം. ഇത് മൊറോട്ട് ബ്യൂട്ടി എന്ന് പറയും. ഇത് അധികം പ്ലാന്റ് അങ്ങനെ കിട്ടലില്ല, സെയിലും ചെയ്തിരിക്കാൻ പറ്റിയിട്ടില്ല, തീരെ പിടിക്കുന്നില്ല ഈ പ്ലാന്റ്. പക്ഷെ നല്ല പൂവൊക്കെ നല്ല ഭംഗിയുണ്ട്. പൂവ് നല്ല ഭംഗിയുണ്ട്, ലീഫിനും പ്രത്യേകത. ഇങ്ങനെ വിടരാതെ ഇങ്ങനെ നല്ല കളറുമാണ്, പിടിച്ചിടാൻ പാടല്ലേ? അതെ അതെ. ഇത് സൺറൈസ് വൈറ്റ് നമ്മുടെ. പിന്നെ നിറയെ ഫ്ലവർ ഉണ്ടാവും, ഇങ്ങനെ കൊഴിയില്ല തീരെ, നമ്മള് കട്ട് ചെയ്ത് വിടണം. നല്ല തിക്കായിട്ട് ചെറിയ പൂവായതുകൊണ്ട് നല്ലതല്ലേ, ഒരുപാട് ഇങ്ങനെ റൗണ്ട് ഒക്കെ ആക്കി എടുക്കാൻ. റൗണ്ട് ആക്കാനും ഹാങ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. സൺറൈസ് വൈറ്റ് അല്ലേ? സൺറൈസ് വൈറ്റ്. ഇതിന്റെ 3 കളർ ഉണ്ട് നമുക്ക്, വയലറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. പിന്നെ ഇതൊരു മൾട്ടിയാണ്. ബ്ലൂബെറി
ഇല്ല ബ്ലൂബെറി ഉണ്ട്, തായ് ഡിലൈറ്റ്, ഡോക്ടർ റാവു, പിന്നെ മഷൂരി. അതില് ഫ്ലവർ ആയിട്ടില്ല. അങ്ങനെ ഒരു മൾട്ടിയാണ്. 4-5 കളർ ഉണ്ട്. ഇത് കുറച്ച് പഴയ വെറൈറ്റിയാ, പർപ്പിൾ സ്റ്റാർ. പക്ഷെ നിറയെ പൂ പിടിക്കും. ഒരു പ്രത്യേക ഭംഗി, ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഇതിന്. അലക്സാൻഡ്രിയാന്ന് ഇതിന് പറയണുണ്ട്. നല്ല പർപ്പിളാ. നല്ല പർപ്പിളാ. അതും കുറച്ച് നാളായിട്ട് എന്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് തന്നെ. പിന്നെ ഇത് ഈ വർഷം ഇറങ്ങിയ നല്ലൊരു വെറൈറ്റിയാണ്, നിറയെ പൂ പിടിക്കും. ഗോൾഡൻ ബിഗോജസ്. ഇത് നല്ലൊരു ഫ്ലവറാണ്. ലീഫും കൂടെ വരുമ്പോഴത്തേനും അടിപൊളിയാ. നല്ല കളറാണ്. ഫേഡായി തുടങ്ങിയതല്ലേ, പൂവ് കൊഴിയാറായില്ലേ? അല്ല, ഈ കളർ തന്നെയാണ്. അതല്ലേ, പക്ഷെ അത് ഇങ്ങനെ തിക്കായിട്ട് പൂവുണ്ടാവും. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള കളറാ. പീച്ച് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു കളറാ. ഇത് പിങ്ക് സ്ട്രൈപ്പ്, ഈ വർഷം കിട്ടിയതാട്ടാ. പിങ്ക് കളറ് ഫ്ലവർ, വെരിഗേറ്റഡ് ലീഫില് പിങ്ക് കളർ ഫ്ലവർ. നല്ലൊരു വെറൈറ്റി വരുന്നുണ്ടല്ലേ? ഉണ്ട്. ഇത് യെല്ലോ ജൂലി ഗോൾഡ്, നല്ല വെറൈറ്റിയാണ്. ഈ വർഷം കിട്ടിയ പ്ലാന്റ് തന്നെ. യെല്ലോയിൽ അങ്ങനെ കുറവാണല്ലോ ശരിക്കും, സാധാ വെച്ച് നോക്കുമ്പോഴത്തേനും പർപ്പിളിൽ ഏറ്റവും കൂടുതൽ വരണേ. കുറവാണ്. യെല്ലോ പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. അതെ അതെ. ഇത് പുതിയത് കിട്ടിയതല്ലേ? അത് ഈ വർഷം വന്നതാ. അതുപോലെ ഇത് ബ്ലാക്ക് മൊണാലിസ എന്ന് പറയും. ചെറിയൊരു ഇരുളുമയുണ്ടല്ലേ? ഉണ്ട്. മൊണാലിസ പീച്ച്. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ളത് മൊണാലിസ റെഡ് ഓറഞ്ച് എന്നൊക്കെ പറയും. റെഡും അല്ല ഓറഞ്ചും അല്ല, നല്ലൊരു വെറൈറ്റിയാണ്. ഇതും വെരിഗേറ്റഡ് അല്ലല്ല, സാധാ. വെരിഗേറ്റഡ് വേറെ ഉണ്ട്. മൊണാലിസ വെരിഗേറ്റഡ് റെഡ്. ഇത് ഇപ്പൊ അടുത്ത ദിവസം കിട്ടിയത്. അത് നല്ല വെറൈറ്റി, നല്ല കളർ, നല്ല അടിപൊളിയാണ്. വെരിഗേഷൻ വരുമ്പോഴാണ് ഇപ്പം വെരിഗേഷൻ ഇല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥയായില്ലേ? അതെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ വെരിഗേഷനിലാണ്, അല്ലെങ്കിൽ ഗോൾഡൻ ലീഫ്. അതെ അതെ. ബാക്കിയൊക്കെ ഇപ്പം സാധാ ലെവലിലേക്ക് താന്നു. അതെ അതെ. ഇത് ഫോക്സ് ടെയിലിന്റെ വെരിഗേറ്റഡ് യെല്ലോ. ഇതിപ്പോ അടുത്ത ദിവസമാണ് കിട്ടിയത്. അതെല്ലേ, ഫോക്സ് ടെയിൽ വെറുതെ തന്നെയുള്ള സാധാ ഫോക്സ് ടെയിലും അടിപൊളിയാണല്ലോ. ഇതിലിങ്ങനെ ഫ്ലവർ വരുന്നുള്ളൂ. അതിന്റെ കൂടെ വെരിഗേഷൻ കൂടെ വരുമ്പോഴത്തേനും ഭംഗി ഭയങ്കരമായിരിക്കും. ഇതിന്റെ ലീഫ് കണ്ടില്ലേ, ഇങ്ങനെ പ്രത്യേകത ഉണ്ട്. അതാണ്, നല്ല നീളത്തിലാണ്. അതേപോലെ വെരിഗേഷൻ വരുന്നുണ്ട്, ഒരു പ്രത്യേക വെരിഗേഷൻ ആണല്ലേ? അതെ അതെ. ഗോൾഡൻ ലീഫ് പോലെ ഉണ്ട് ചിലതിന്റെ ഒക്കെ, ചില ലീഫൊക്കെ ആ ഫ്രണ്ടിലത്തേതൊക്കെ. അതെ, നല്ലൊരു വെറൈറ്റി അത്. ഇത് ഡ്രാഗൺ ഫ്ലെയിമിന്റെ പിങ്ക്. ഫ്ലെയിമിന്റെ പിങ്കും റെഡും ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് കുറച്ച് തിക്കായിട്ട് പൂവുണ്ടാവും. അതെ, തിക്കായിട്ട് പൂവുണ്ടാവും, നമ്മുടെ ജുവലൊക്കെ പോലെ. അതെ അതെ. പക്ഷെ ലീഫ് നല്ല വ്യത്യാസം. അതെ അതെ അതെ. ഇത് വാട്ടർമെലന്റെ യെല്ലോ. ഈ വർഷം കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഇത് ചെറുത്. വാട്ടർമെലന് വേറെ കളറും ഉണ്ട്, യെല്ലോ ഉണ്ട്. മറ്റേ ഗോൾഡനും വെരിഗേറ്റഡ് ഇറങ്ങിയിട്ടില്ല, അടുത്ത വർഷമൊക്കെ ഇറങ്ങും. ഇതിലൊക്കെ റിസർച്ച് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പുതിയത് അറിയില്ല, ഉണ്ടാവും. എസ്എസ്ബിയുടെ തന്നെ വൈറ്റ്. ഇപ്പൊ നമ്മള് പർപ്പിളാണ് കണ്ടത്, ഇത് വൈറ്റ്. അതും വെരിഗേറ്റഡ്. അതെ, പക്ഷെ ഹവായ് വൈറ്റ് അല്ല കേട്ടാ. ഒരു വ്യത്യാസം മനസ്സിലാവും നേരിൽ കാണുമ്പോ. ഈ SSB എന്ന് വെച്ചാൽ എന്താ അതിന്റെ പ്രത്യേകത? എനിക്കറിയില്ല. അങ്ങനെയാണ് അത് പറയാല്ലേ? അതിന്റെ ഒരു ഐഡി വന്നത് SSB വൈറ്റ്, SSB പർപ്പിള്. ഐഡി വരണ്ടേ, ഓരോന്നിനും ഓരോ പേരിടണ്ടേ? പേര് മാറിപ്പോ ഓരോ നമ്പറുകളൊക്കെ ആയി തുടങ്ങിയില്ലേ? SSBയും സ്പെല്ലിങ്ങുകൾ കൂട്ടിയൊക്കെ ഇട്ട് തുടങ്ങി. കാരണം അത്രമാത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത്രമാത്രം വെറൈറ്റി ഇറങ്ങുന്നുണ്ട്. ഇത് മഷൂരി പിങ്ക്, നല്ല ഭംഗിയാണ്. ഈ വർഷമാണ് എന്റെ കയ്യിൽ കിട്ടിയത്. മഷൂരിയുടെ ഓറഞ്ച് ആണ് നമ്മളെ കയ്യില് 2-3 വർഷമായിട്ടുള്ളത്. പിങ്ക് ആദ്യമായിട്ടാണ്. ബട്ടർഫ്ലൈന്റെ ഒക്കെ ആ ഒരു സ്റ്റൈലിലേക്ക് ആണല്ലേ അതിന്റെ? കുറച്ച് വ്യത്യാസമുണ്ട്. പാൻ സിൽക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, ഒരു ലൈറ്റ് ലാവണ്ടർ കളർ. വെറൈറ്റിക്ക് വേണ്ടിട്ട് വാങ്ങി വെക്കണതാണ് ഞാൻ കേട്ടാ. കളക്ഷൻ ആവുമ്പോ പിന്നെ നമുക്ക് ഓരോന്നും പുതിയത് കാണുമ്പോ വാങ്ങാനായിട്ട് ടെൻഡൻസി ഉണ്ടാവും. അതെ അതെ. എന്നാലും കുഴപ്പമില്ല, ഇടയിൽ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ. നല്ല ചെടിയാ. വൈറ്റ് അല്ല ശരിക്കും, വൈറ്റ് അല്ല, ഒരു ഉജാലി അല്ല, ഒരു തരം നല്ലൊരു കളറാ. ഇത് ഹവായിയുടെ പിങ്ക് ആണ്, ഹവായ് പിങ്ക്. ഹവായ് വൈറ്റും വയലറ്റും ഒക്കെയാണ് ഉള്ളത്, പക്ഷെ പിങ്ക് അധികം ഇല്ല, പിങ്ക് ആണ്. വെരിഗേഷൻ ലീഫാണ്, പൂക്കളും വ്യത്യാസം.
ഹവായ് പിങ്ക്. ഹവായ് പിങ്ക്. ഇത് കാർമൻ സിറ്റ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഒരു പിങ്കും ഓറഞ്ചും കളർ പൂക്കളാണ് ഇതിൽ വരിക. അപ്പൊ പൂവ് കുറവാണ്, നിറയെ പൂ പിടിക്കുന്ന ഒരു ഇനാണിത്. ഇതൊക്കെ അതിന്റെ വിരിഞ്ഞു വരുന്ന പൂക്കളാണ്. അതെ അതെ അതെ. ഇത് ഗോൾഡൻ സമ്മർ ട്രൈ കളർ എന്ന് പറയും. ഇത് ഈ വർഷം കിട്ടിയിട്ടുള്ള ട്രൈ കളറിന്റെ പുതിയ ജനറേഷൻ. അതെ അതെ. ഗോൾഡൻ സമ്മർ ഇലയുടെയാണ് പ്രത്യേകത. അതെ അതെ. പൂവ് ട്രൈ കളറിന്റെ പോലെ തന്നെ ആ ചുരുളിച്ചുണ്ട്, ചെറിയൊരു ലൈറ്റ് കളറുണ്ട്. ഗോൾഡൻ സമ്മർ ട്രൈ കളർ. ഇത് മൂൺലൈറ്റ് റെഡ് എന്നാ പറയണ്, പക്ഷെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാ, നല്ല കളർ. അതെ അതെ. പക്ഷെ ഇത് ഫസ്റ്റില് വരുമ്പോ ഇങ്ങനെ വരിക, പിന്നെ റെഡ് കളറായിട്ട്. അതെ അതെ സെയിം. ബട്ടർഫ്ലൈയുടെ ലാവണ്ടർ പുതിയ വെറൈറ്റി ആണ് കേട്ടോ, അധികം ആയിട്ടില്ല. ലാവണ്ടർ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. പുതിയ വെറൈറ്റി ഒക്കെ നമുക്ക് വരുന്നതേ ഗ്രാഫ്റ്റഡിലാ വരുന്നത്. വേര് പിടിപ്പിച്ചല്ലേ? വേര് പിടിക്കാൻ എളുപ്പമല്ല. ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മുടെ പുതിയ വെറൈറ്റി. നമുക്കിപ്പോ ഈ പോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേനും സാധാരണ നമ്മൾ ഇവിടെ എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് ഏത് രീതിയിലാണ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ചെയ്യണത് ഉമ്മി കരിച്ചതും വാങ്ങിക്കും, കരിക്കാത്തയും കിട്ടും. ഉമ്മിയും പിന്നെ മണ്ണില്ലേ, കല്ലൊന്നും ഇല്ലാത്ത മണ്ണ്, ഇത് മൂന്നും കൂടിയിട്ടാണ്. പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കമ്പോസ്റ്റ് ഉണ്ട്, സെയിലൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കണത്. കരിയില് ഇതൊക്കെ കൂടിയിട്ടുള്ള അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലുപൊടി വേപ്പിമുണ്ടാക്കാൻ അങ്ങനെ അതൊക്കെ പൂക്കണ സമയത്ത് ഇടും. ചെടി വെക്കുമ്പോ അങ്ങനെ ഒന്നും ഇടാറില്ല ഞാൻ. വളങ്ങൾ സാധാരണ ചെടി വെക്കുമ്പോ ഉപയോഗിക്കലില്ല, ഒരു പേടിയാണ്. അതാണ് ഓവറായി പോയാലൊന്നൊരു പേടിയാണ്, അല്ലാതെ ഒന്നല്ല. ചെടി വളരുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. പിന്നെ സെറ്റ് ആവുമ്പോ ചെടി സെറ്റ് ആവുമ്പോ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് വലിക്കാനുള്ള കപ്പാസിറ്റി ആയല്ലോ. പുതിയ ചെടി വരുമ്പോഴും ഞാൻ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഗ്രൗണ്ട് ഓർക്കിഡിനും ഇല്ല. ഒരു ചെടിക്കും പുതിയ ചെടി വെക്കുമ്പോ ഞാൻ ഉപയോഗിക്കാറില്ല. അതിനൊരു കപ്പാസിറ്റി, വളം വലിക്കാനുള്ള കപ്പാസിറ്റി ആകുമ്പോൾ കൂടുതലും ജൈവവളമാണ് കൊടുക്കുന്നത്. ജൈവവളം രാസവളം കൊടുക്കും, രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കരുത്. ഞാനിത് പറയുന്നത് ചില ആളുകള് പ്രത്യേകിച്ച് ചില കസ്റ്റമേഴ്സേ ജൈവ രാസവും കൂടി കൊടുത്തിട്ട് ചെടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയേ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്യാനേ പാടുള്ളൂ. ഒന്നുകിൽ ജൈവം ചെയ്യുക, അല്ലെങ്കിൽ രാസവളം ചെയ്യുക. പിന്നെ വളത്തിന്റെ അളവ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൂടരുത്. ബുദ്ധിമുട്ടാണ്. ഇല കരിഞ്ഞു പോവും, ചെടി കേടായി പോവും, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പാകത്തിന് ചെയ്താൽ മതി. ചിലര് പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ അതാ ഓവറാവരുത് വളം, ചെടിയല്ലേ. അതെ അതെ. പിന്നെ നനയുടെ കാര്യമാണെങ്കിലോ, ഞാന് ദിവസം ഒരു നേരം നനക്കുള്ളൂ. ഡെയിലി നനക്കും, ഒരു നേരാന്ന് മാത്രം. ചിലവര് പറയും ഒന്നരാടം നനച്ചാ മതി എന്ന്. പക്ഷെ ഇവിടെ പറ്റണില്ല. ഇവിടെ ഭയങ്കര വെയില. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയില. 8 മണി തൊട്ടിട്ട് ഒരു 4:30-5 മണി വരെയും വെയില. പിന്നെ ഇപ്പോഴത്തെ കാറ്റും. അപ്പൊ ഒരു ദിവസം ഒരു നേരം നനയ്ക്കും. രാവിലെയാണ് കൂടുതലും നനയ്ക്കാറ്. മഷൂരിയുടെ ഓറഞ്ച്, നമ്മൾ നേരത്തെ മഷൂരിയുടെ പിങ്ക് അല്ലേ കണ്ടത്, ആദ്യം ഇറങ്ങിയത് ഇതാണ് മഷൂരിയുടെ ഓറഞ്ച്. നല്ല വെറൈറ്റി ആട്ടാ, നിറയെ പൂ പിടിക്കും. നമുക്കൊരു അത്യാവശ്യം വലിയൊരു കുറച്ച് നാളായി ഇത് ചെടി കയ്യിൽ കിട്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധാ ബ്ലൂബെറി ഐസ്. ഇതും കുറച്ച് പഴക്കമുള്ള ചെടിയാണ് എന്റെ കയ്യിലുള്ളത്. പക്ഷെ നിറയെ പൂവുണ്ടാവും. സാധാ ബ്ലൂബെറി. ഇത് മാജിക് ഐസ്ക്രീം. ലീഫിൽ ഇങ്ങനെ യെല്ലോ ഇത് വരും, എന്നിട്ട് നിറയെ കളർ വൈറ്റും പിങ്കും ഷെയ്ഡായിട്ട്. ഗോൾഡൻ ലീഫ് തന്നെയാണല്ലേ? അതെ, അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ട് ഐസ്ക്രീം. അതെ അതെ. പക്ഷേ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരൂലേ ചില പൂക്കള്? വരും. ചിലതിങ്ങനെ ചെറിയ വൈറ്റിലും വരും, മിക്സ് ആയിട്ട് വരും. മിക്സഡ് ആയിട്ട് കൂടുതലും ഭംഗി ഇത് വരുന്നത്. ഇത് ഡാനിയ വൈറ്റ് എന്ന് പറയും. നമ്മുടെ പഴയ കട്ടച്ചെടി അല്ലല്ല, ഇത് കളർ മാറില്ല. മറ്റേത് കളർ മാറും. ഇതങ്ങനെ തന്നെ ഇരിക്കും. അതെ, ഡിമാൻഡുള്ള ചെടിയാണ്. നല്ലോണം ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് നമ്മുടെ വാട്ടർമെലൺ കിസില്ലേ, അത് അത്യാവശ്യം വലിയ ചെടിയായി നല്ല ഫ്ലവറും ആയില്ലേ. അതെ, ഒരു പ്രത്യേക ഭംഗി അത് കാണാൻ. ഇത്ര ഭംഗി എല്ലോക്ക് ഇല്ല. ഇനിയിപ്പോ അടുത്ത നമ്മൾ കണ്ടിങ്ങനെ ശീലമായിട്ടായിരിക്കും ചിലപ്പോ.
അടുത്ത വർഷം എങ്ങനെയാന്ന് അറിയില്ല. യെല്ലോ അത്ര ഭംഗി തോന്നിയില്ല. ശരിക്കും നമുക്ക് ഇതാണ് അതിന്റെ ആ ഒരു വാട്ടർ മെലൺ നമ്മുടെ മനസ്സിൽ ഇതാണ്. അത് അത്യാവശ്യം ഓരോ കമ്പിലും നല്ല നല്ല പൂവുണ്ടല്ലേ? ഉണ്ട്. ഫെയ്ഡ് ആയാലും ഈ കളർ വരും. എന്നാലും കുറച്ച് ദിവസം നിൽക്കും അങ്ങനെ. അതെ. പിന്നെ നിറയെ പൂവും പിടിക്കുന്നുണ്ട്. നല്ല പൂവാണ്, നല്ല ഭംഗിയുണ്ട്. അതെ. ഇത് വന്നതിൽ നല്ല വെറൈറ്റി അല്ലേ? ഇത് ഈ അടുത്തടുത്ത് വന്നതില് നല്ലൊരു വെറൈറ്റിയാണ്. സെപ്റ്റംബർ ഇത് കുറച്ച് പഴയ വെറൈറ്റിയാണ്, പക്ഷെ ഭയങ്കര ഡിമാൻഡ്. അതല്ലേ? ഇപ്പോഴും ആളുകൾ ഇത് ചോദിക്കും. ഇതിന്റെ ഓറഞ്ചും ഉണ്ട്, പക്ഷെ ഓറഞ്ചില് ഫ്ലവർ കഴിഞ്ഞു പോയി. ഇതിന്റെ ഐഡിയ എനിക്ക് അറിയില്ല. ചെറിയ പൂക്കളും ചെറിയ അല്ലേ, ഇത് വേറെ സെയിലിന് കിട്ടിയിട്ടുമില്ല. കുനുകുന പൂവുണ്ട്, പിന്നെ മുള്ള് ഇല്ല, എങ്ങനെ വേണേലും പിടിക്ക. ചെറിയ തണ്ടാ. ഇത് മാർബിൾ വൈറ്റ് എന്ന് പറയും. പൂനെ വൈറ്റിന്റെ ഫ്ലവർ ആണ്. ലീഫിൽ ഇങ്ങനെ വെറിഗേഷൻ ഉണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാ. ഇത് കുറച്ച് പഴയതാണ്, പക്ഷെ എന്നാലും നല്ല ഡിമാൻഡ് എപ്പോഴും. അതിന്റെ ഫ്ലവർ കണ്ടില്ലേ, ലൈറ്റ് റോസിൽ ഇങ്ങനെ ഡാർക്ക് റോസ് ഡോട്ടായിട്ട്. ഇത് ഗ്രീൻ ആപ്പിള്, നിറയെ ഫ്ലവർ ഉണ്ടാവും. ഇത് ഫെയ്ഡായ കളറാണ്. വിരിയുമ്പോ ശരിക്കും നമ്മുടെ പിസ്ത ഗ്രീൻ ഇല്ലേ, ആ കളറാ. ഫെയ്ഡ് ആയിട്ടാണ് ഈ കളർ വന്നിട്ടുള്ളത്, പക്ഷെ കുറെ ദിവസം നിൽക്കൂട്ടാ. ഇതിന്റെ ലീഫിന് ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര കരിമ്പച്ച. സാധാരണ പച്ചല്ല. ഫ്ലെയിം വെറിഗേറ്റഡ്. അതും അത്യാവശ്യം വലിയൊരു ചെടിയായി. അതെ. ഇതിന്റെ റൂബി ഉണ്ട്, ഫയറോപ്പാൽ ഉണ്ട്, പക്ഷെ അതിലൊന്നും ഫ്ലവർ ഇല്ല. കഴിഞ്ഞ വർഷം തന്നെ ഉണ്ട്. ഫ്ലവർ പ്രാവശ്യം ആയിട്ടില്ല. വെറിഗേറ്റഡിലെ ഫ്ലവർ ഉണ്ടാവാൻ കുറച്ച് പണിയാണ്. മറ്റേതുപോലെ ഗ്രീൻ ലീഫ് പോലല്ല, ഇത്തിരി താമസം. ഇത് ഈ വർഷം വന്നത് തന്നെയാണ് സാൻഡാൻ ബാത്തിക് എന്ന് പറയും. ഇങ്ങനെ ലൈറ്റ് ലാവണ്ടർ കളറാണ്. ഈ ഒരു ഇതില് ഒരുപാട് ഷെയ്ഡ് ഇത്തവണ വന്നിട്ടുണ്ടല്ലേ? ഉണ്ട് കുറെ വന്നിട്ടുണ്ട്. എല്ലാം ഒരു ലൈറ്റ് ലാവണ്ടർ ആ ഒരു ഷെയ്ഡില് വെരിഗേറ്റഡും ഒക്കെ വന്നിട്ടുണ്ട്. പൂവിന്റെ പല ഷേപ്പും കാര്യങ്ങളിലും വ്യത്യാസം വരുന്നല്ലേ? വെറൈറ്റിയാണ് ട്വിസ്റ്റർ പർപ്പിൾ എന്ന് പറയും. അങ്ങനെ ചുരുണ്ട് ശരിക്കും അത് പ്ലാസ്റ്റിക് പൂവാണോ എന്ന് തോന്നിപ്പോകും. നമ്മളിപ്പോ മുറ്റത്ത് വെച്ചോണ്ട് വല്ല വരാന്തയിലൊക്കെ ആയിരിക്കണമെങ്കിൽ ശരിക്കും പ്ലാസ്റ്റിക് ആണ്. മുള്ളില്ല, അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അതല്ലേ? മുള്ളില്ലേ ബോഗൺവില്ലക്ക്. പിന്നെ ലീഫ് കണ്ടില്ലേ, മൊത്തത്തിൽ നോക്കുമ്പോ പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ. ചിലവർ ഇതിന് പറയും ചുരുളൻ വയലറ്റ് എന്ന് പറയും. നാടൻ പേരും ആയില്ലേ? അതെ. ട്വിസ്റ്റർ പർപ്പിൾ നല്ല വെറൈറ്റിയാണ്, നിറയെ പൂ പിടിക്കും. നല്ല അടിപൊളിയാണ്. ഇത് ഈ വർഷം വന്നത് തന്നെ പിങ്ക് ബബിൾ. കാരണം ഹവായ് വൈറ്റും അല്ല ഹവായ് പർപ്പിളും അല്ല. പെട്ടെന്ന് കണ്ടാ വിചാരിക്കും ഹവായിൽ പെട്ടതാ. നല്ല വ്യത്യാസമുണ്ട്. ലൈറ്റ് പിങ്കും അല്ല ലാവണ്ടറും അല്ലാത്ത ഒരു കളർ. അതെ. ഓറഞ്ച് ഐസ് വെറിഗേറ്റഡ് ലീഫില് ഓറഞ്ച് കളറാണ് വരുമ്പോ. പിന്നെ അങ്ങനെ കുറച്ചുകൊണ്ട് കളർ ഫെയ്ഡ് ആവണത്. നല്ല വെറൈറ്റി തന്നെയാണ്. LD ബ്യൂട്ടി നല്ല വെറൈറ്റിയാണ്. ഒരു പ്രത്യേക കളറാണിത്. ഇതൊരു മൾട്ടിയാണ്. ബ്രിസ പിങ്ക്, റൂബി റെഡ്, ഫ്ലെയിം, ഫയറോപ്പാല്, അങ്ങനെ 4 കളറായിട്ടുള്ളൊരു മൾട്ടിയാണിത്. ബിഡാദാരി ഉണ്ട്. വീട്ടില് സ്ഥലം കുറവുള്ളവർക്കൊക്കെ നല്ലതല്ലേ? അതെ. അതെ. കട്ടിയില്ല. പൂക്കൾക്കും ലീഫിനും ഒന്നും കട്ടില്ല. ലീഫ് ഇങ്ങനെ ചെറിയ ലീഫ്. അതിന് ചെറിയ ലീഫാ. ഹാങ് ചെയ്തിടാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ലോലയും സക്കൂറയൊക്കെ ഹാങ്ങിങ്ങിന് ബെസ്റ്റ് ആണല്ലോ. അതെ. വൈറ്റ് എന്ന് പറയും. ലീഫ് ഇങ്ങനെ യെല്ലോ ഷെയ്ഡ് വന്നിട്ട് പിന്നെ ഫ്ലവർ ഇങ്ങനെ നിറയെ പൂവുണ്ട് കേട്ടോ. പൂക്കണ ഒരു വെറൈറ്റി ക്രീം കളർ പോലെ ഉണ്ട്. അതെ. പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്രീം കയറി വരുന്നുണ്ട്. നല്ല ഭംഗി ഉണ്ടാവും. അതെ. പൂവിനും പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ടല്ലോ. ഉണ്ട്. ഇത് വാജിദ് അലീഷ റെഡ്. ഡോക്ടർ റാവോ ഒക്കെ പോലെ മൾട്ടി കളർ ആണല്ലേ? വലിയ പൂവാണല്ലോ. അതെ. നല്ല കളറാണ്. പർസോണ ബോർണിയോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. തിമ്മല്ല, ഈ വർഷം കിട്ടിയൊരു വെറൈറ്റിയാണ്. തിമ്മയുടെ അതേ കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ പുതിയ വെറൈറ്റി. ലീഫ് വ്യത്യാസമുണ്ട്. അപ്പുറത്തിരിക്കുന്നുണ്ട്. തിമ്മയുടെ ഒരു മൾട്ടിയാണ്. തിമ്മ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. എല്ലാ കളറും എല്ലാ തിമ്മയും കൂടിയിട്ട്. അതെ. ഇത് നിറച്ച് കുറച്ചോ വലുതായി കഴിഞ്ഞാൽ നിറച്ച് പൂവായി കഴിഞ്ഞാൽ സെയിലായ ചെടിയാണ്. സെയിലായതാണ്. സെയിലായതാ, അത് വന്ന് കൊണ്ടുപോയിട്ടില്ല.
ചിലർക്ക് എങ്ങനെ മൾട്ടിയിൽ ക്രൈസ് ഉണ്ടല്ലേ പല ഉണ്ട്. ഇത് മഹാറയുടെ റെഡ്, പഴയത് ഒരു പിങ്കാണ്, പക്ഷെ ഇത് റെഡാണ്. ഓ, വ്യത്യാസമുണ്ട്. മഹാറയുടെ റെഡ് അല്ലേ? റെഡ്. ഇത് ബട്ടർഫ്ലൈ വൈറ്റ്. വൈറ്റ് അങ്ങനെ കണ്ടിട്ടില്ല. ബട്ടർഫ്ലൈയിലെല്ലാം പിങ്ക് ആണ്. പിങ്ക് യെല്ലോ ഒക്കെ അല്ലേ? വൈറ്റ് പുതിയത് വന്നാലേ ഈ വർഷം കിട്ടിയതാ അത് വൈറ്റ്. അതിന്റെ ലൈറ്റ് പർപ്പിള്, നല്ല തിക്കായി പൂവുണ്ടാവും. ചെറിയ ചെടിയിലും ഇത്രയും പൂക്കൾ. ഇതിന്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ, അതില് ഫ്ലവർ ഇല്ല. ഇത് നമ്മുടെ സെയിൽ പ്ലാന്റ് ആണ്. ഇതൊരു പഴയ വെറൈറ്റി ആണ്, പക്ഷെ നിറയെ പൂവ് പിടിക്കും. സക്രീന ഓറഞ്ച് എന്ന് പറയും. നല്ല വെറൈറ്റി അല്ലേ? ഇത് സുചിത്ര സെൻ, ഈ വർഷമാണ് നമുക്ക് കിട്ടിയത്. ഹാങ്ങിങ് ആയിട്ട് ഇടാട്ടോ. നല്ല ഒരു പ്രത്യേക തരം പൂവ, ചെറിയ പൂവുണ്ടാവും തോന്നുന്നത്. പിന്നെ ഒരു പൂവ് ഇങ്ങനെ ഒരു ലീഫും ചെറിയ വ്യത്യാസമുണ്ട്. സുചിത്ര സെൻ അല്ലേ? സുചിത്ര സെൻ. സൺസ്റ്റോൺ റെഡ്, ഇത് ഫോർമോസ വൈറ്റ് എന്ന് പറയും. നിറയെ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്. ഈ വർഷമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇനി ഇത് അടുത്ത വർഷം നമ്മൾക്കൊക്കെ വലിയ ചട്ടിയിലായ നല്ല ഭംഗിയുണ്ടാവും. നല്ല ഫോക്സ് സ്റ്റൈലൊക്കെ നിൽക്കുന്ന പോലെ നല്ല ഭംഗി നിറച്ചും പൂവല്ലേ? പൂവാണ്. അതെ അതെ. ഒരു സൈഡിൽ തുടങ്ങി അങ്ങ് പൂവാണ്. ഇത് മൊണാലിസയുടെ ഡാർക്ക് പിങ്ക്. ഇതാണ് ആദ്യമായിട്ട് മൊണാലിസ ഇറങ്ങിയത് ഈ കളറ്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഡാർക്ക് പിങ്ക്. ഇത് ഡയമണ്ട് ഓറഞ്ച് എന്ന് പറയും. സ്നോ ഓറഞ്ച് എന്നും പറയും. ലീഫിൽ ഇങ്ങനെ സ്നോ കണ്ടോ, ഇതായിട്ടുള്ള നല്ലൊരു വെറൈറ്റി. സോഫ്റ്റ് പിങ്ക് എന്ന് പറയും. മുള്ളില്ല. ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ വർഷം വന്നതാണ്. ഒരു കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടിയാണ്. ഭയങ്കര വലുപ്പമായിട്ട് പോവില്ല. മുള്ളുണ്ടാവും, പക്ഷെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ചിട്ട് കുറവാണ്. തിമ്മ പിങ്ക്, ലൈറ്റ് പിങ്ക്. ഡബിൾ കളർ അതെ, പക്ഷെ രണ്ടെണ്ണത്തിൽ വരുന്നില്ല കേട്ടോ. ഇത് റെഡ്, തിമ്മ റെഡ് അല്ലേ? ഇത് കളറൊന്ന് ഫെയ്ഡ് ആയത്, നല്ല റെഡായിട്ട് വിരിയട്ടോ. പക്ഷെ പൂക്കള് നല്ല വലുപ്പം അതിന്റെ. പിന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് തിമ്മടെ ഓറഞ്ച്. ഓറഞ്ച് കുറച്ച് ഫാൻസ് ഉണ്ട്. ഉണ്ട്. തിമ്മ ഓറഞ്ച്, തിമ്മ റെഡിനൊക്കെ ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഇത് തിമ്മടെ വൈറ്റ്, എനിക്കൊരു നഴ്സറിന്ന് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇത് ഫുള്ള് വൈറ്റ് ആയിട്ട് കിട്ടി. ഇവിടെ വന്നിട്ടും ഫുള്ള് വൈറ്റ് തന്നെ വിരിഞ്ഞത്. പിങ്ക് ഒന്നും ഉണ്ടായില്ല. സംഭവിച്ചതാണ് സാധ്യത. കാരണം വൈറ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്കിത് വൈറ്റ് കിട്ടി പറഞ്ഞു. കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. ഇതില് നിറയെ പൂവുണ്ടായിരുന്നു ഇപ്പൊ കൊഴിഞ്ഞത്. അതെ, ഫുള്ള് വൈറ്റ് ആയിട്ട് തന്നെ വിരിയണുള്ളൂ. ഞാൻ കമ്പൊക്കെ വെച്ച് നോക്കി, പിടിച്ചൊന്നുമില്ല. ഗ്രീൻ ലീഫ്, ട്രൈ കളറിന്റെ ഗ്രീൻ ലീഫാണ്. നിറയെ പൂ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കൂട്ടത്. ഇത് പിന്നെ നമ്മുടെ ഫ്ലെയിം റെഡ്. പിന്നെ ഏത് കളർ വന്നാലും ഫ്ലെയിം റെഡും ഫയറോപ്പാലും റൂബിയും കഴിച്ചിട്ടുള്ളൂ. ഒരു പ്രത്യേകത തന്നെയാണ് അതിന്. ഇത് പിന്നെ ബ്രസ പീച്ച്. ഇത് കുറെ പഴക്കള്, ഒരു 3 വർഷം പഴക്കമുള്ള ചെടി. ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ വാങ്ങിയൊരു ചെടി. അതെ അതെ. പക്ഷെ പിടിക്കാൻ പണിയാണേ, ചെടി പിടിക്കാൻ പണിയാണ്. കൊഴിഞ്ഞതാണ്. ഡെൽറ്റ യെല്ലോ എന്ന് പറയും. ഇത് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. പ്രാവശ്യം ഇതിന്റെ ചെടികൾ കുറെ സെയിലിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെയിലിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല വെറൈറ്റി കേട്ടാ. കാരണം വെറിഗേറ്റഡില് യെല്ലോ കുറവാണ്. പിന്നെ വലിയ ഫ്ലവറും ആണ്. ഇത് ബട്ടർഫ്ലൈ പിങ്ക്, മാജിക് ലവ്. നല്ലൊരു വെറൈറ്റിയാണ്. പർപ്പിളാണ് പൂവ്, പക്ഷെ ലീഫും ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നല്ല വെറൈറ്റിയാണ്. അത് മൊത്തം അദർണ സെയിലിനുള്ള അദർണകള് വെച്ചതാണ്. സക്കുറ ബല്ലാക്ക നല്ല വെറൈറ്റിയാണ്. ഡിമാൻഡുള്ള പ്ലാന്റ്. പിന്നെ എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ചിട്ട്. അതെ. ഇത് സ്പ്ലൻഡനസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. പൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. കണ്ടാ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഇങ്ങനെ വിടർന്ന് നിൽക്കും. കുറെ ദിവസമായി വിരിഞ്ഞിട്ട്. അതെ അതെ, അടിപൊളിയാവും. നിറയെ പൂവും പിടിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് സ്പ്ലൻഡനസ്.
നല്ല സോഫ്റ്റ് ഉള്ള പൂക്കൾ അതിന്റെ. സാധാരണ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ഉണ്ട്. സാധാരണ വയലറ്റ് അല്ല, വ്യത്യാസം. നല്ല ഭംഗിയുണ്ട്. ഇത്രയും വലിയതും കൂടെ ആയപ്പോഴത്തേനും നമ്മൾ ഒന്നോ രണ്ടോ പൂവല്ലല്ലോ കാണുന്നത്, ഇത് ഒരുമിച്ച് വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. ടാങ്ലോങ്ങിന്റെ പർപ്പിളാണ് ഇത്. മറ്റുള്ള ടാങ്ലോങ്ങിനേക്കാളും കുറച്ച് പൂവിന് വ്യത്യാസമുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് ഇതിന്റെ പൂവ്. നല്ല ഡിമാൻഡുള്ള ചെടിയാണ്. ബ്രിസയുടെ ഒരു മൾട്ടിയാണ്. ബ്രിസ പിങ്ക് ആണിത്, ബ്രിസ റെഡ്, ബ്രിസ പീച്ച്, ഇത് പിന്നെ സൺറൈസ് ആണ്. അന്ന് ബ്രിസയുടെ വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചീക്കുമ്പോ. അങ്ങനെ 3 ബ്രിസി ഒരു സൺറൈസും കൂടിയിട്ട് ചെയ്തത്. സെൻഡായി ഓറഞ്ച് എന്ന് പറയുന്നത്. സെൻഡായുടെ 4 കളർ നമുക്കുള്ളത്. മഞ്ഞയും വയലറ്റും വൈറ്റും ഓറഞ്ചും റെഡും ഉണ്ട്. റെഡ് ഓറഞ്ച് ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ലീഫിനെ. ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ. ചെറിയ ചെറിയ പൂവാകുന്നുള്ളൂ, നിറച്ചും മുട്ട വന്നിരിക്കുക. അതെ അതെ, സൺസ്റ്റോൺ വൈറ്റ്. അതെ അതെ, നിറയെ പൂ പിടിക്കണവരെന്നാ. സെൻഡായി റെഡ്, നമ്മളിപ്പോ സെൻഡായി ഓറഞ്ച് കണ്ടില്ലേ, അതിന്റെ റെഡ് ആണ്. വലിയൊരു പ്ലാന്റ് ആണ്, പൂക്കള് നിറയെ ഉണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ വെച്ചേക്കണത്. ബിഡാദാരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. വൈറ്റും പിങ്കും ഷെയ്ഡ് വരുന്നത്. 2 ടൈപ്പ് ഉണ്ട് കേട്ടോ, ലിപ്സ്റ്റിക്കും ഉണ്ട്. ഇത് പിങ്ക് ബിഡാദാരി പറയും. നല്ലൊരു ഒരുമിച്ച് ചെയ്തിരിക്കുന്നതാണോ? അല്ലല്ല, ഇത് ഒറ്റ ചെടിയാണ്. അല്ല, ഒരു ചെടിയിലുള്ളതാണ്. ലിപ്സ്റ്റിക് വേറെ ഉണ്ട്. ഇത് പിങ്ക് ബിഡാദാരി എന്ന് പറയും. ലിപ്സ്റ്റിക് ബിഡാദാരി വേറെ ഉണ്ട്. ചില പൂക്കളിൽ ഫുള്ള് ഇതുപോലെ തന്നെ വന്നു, ആയിട്ട് വരുന്നതാണ്. ഇത് ബ്രിസയുടെ വൈറ്റ്, ബ്രിസ വൈറ്റ് നിറയെ പൂ പിടിക്കും കേട്ടോ. നല്ല വെറൈറ്റിയാണ്. ബ്രിസ നല്ല വെറൈറ്റിയാണ്. എല്ലാവരും നന്നായി ഫ്ലവർ വരുന്നതല്ല. ഡ്രാഗൺ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതിന്റെ പിങ്ക് ആണ് നമ്മൾ അവിടെ കണ്ടത്. അതിന്റെ റെഡ് വെരിഗേറ്റഡ് ആണ്, പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഡോക്കി സ്പോട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ലീഫിനാണ് പ്രത്യേകത. ഫ്ലവർ നമ്മുടെ ഫോർമോസ പോലെ തന്നെയാണ്, ലീഫിനാണ് പ്രത്യേകത. വൈറ്റ്, വൈറ്റ് കഴിഞ്ഞ വർഷം വന്നിരുന്നു, പക്ഷെ പെട്ടെന്ന് കഴിയും. ഇതധികം പ്ലാന്റ് അങ്ങനെ എല്ലായിടത്തും ഇല്ല. അതെ അതെ, ഇപ്പൊ ഒരു 5-6 പ്ലാന്റ് ഇപ്പൊ നമുക്ക് സെയിലിനുണ്ട്. ബാലക എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമ്മളവിടെ കണ്ട സുചിത്ര സെന്നിന്റെ വൈറ്റ് നിറയെ പൂ പിടിക്കും. കളക്ഷനിലൊക്കെ വെക്കാനൊക്കെ ഫ്ലവർ കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ വെറൈറ്റിയാണ്. ബാലക, ബ്രിസ, സുചിത്ര, സൺറൈസ് ഒക്കെ. ഇത് സൺറൈസിന്റെ ലാവണ്ടർ ആണ്. നമ്മളവിടെ വൈറ്റ് അല്ലേ കണ്ടത്, ഇത് ലാവണ്ടർ. ലാവണ്ടർ നല്ല ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. പേരൊക്കെ ഓർത്തിരിക്കണ നല്ല പണിയുണ്ടല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് പേര് പെട്ടെന്ന് പഠിക്കും. 3 സ്റ്റാർ എന്ന് പറയും. സ്റ്റാർ ആണ്, സ്റ്റാർ പോലെ ഇതിന്റെ ഫ്ലവർ. പിന്നെ ഇതിങ്ങനെ പല കളറായിട്ട വിരിയ. അപ്പൊ ഇതിൽ തന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ഡബിൾ ഷെയ്ഡ് ഒക്കെ ഇട്ട വിരിയ. 3 സ്റ്റാർ. അതെ അതെ, 2 വർഷമായി ഇറങ്ങിയിട്ട്. സൂഫിയും ഗോൾഡൻ സൺഷൈൻ ഒക്കെ ഇറങ്ങുന്ന ആ ടൈമിൽ ഇറങ്ങിയ ഒരു പ്ലാന്റ്. ഇത് കയാട്ട മജന്ത എന്ന് പറയും. കയാട്ടയുടെ പീച്ചാണ് ആദ്യം ഇറങ്ങിയത്. ഇത് മജന്ത, നല്ല വെറൈറ്റി. കളയണം. ആ ഒരു ഗ്രൂപ്പ് ഒക്കെ അങ്ങനെയല്ലേ? അതെ അതെ, ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവർക്കും അറിയാറായി ബട്ടർകപ്പ്. അതെ അതെ, മാർക്കറ്റിൽ ശരിക്കും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. ഒരു വൈറ്റ് ഷെയ്ഡ് ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരും ചെയ്യും. പിന്നെ ഒരു കപ്പിന്റെ മോഡൽ അല്ലേ. ഇനിയിപ്പോ അടുത്ത സീസൺ ആകുമ്പോഴത്തേനും ഈ സ്ഥാനത്ത് ഗോൾഡൻ ബട്ടർകപ്പ് വരും. ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ട്, നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്ലാന്റുകൾ. വർഷം വന്ന പ്ലാന്റ് ആണ് ഓറഞ്ച് വെൽവെറ്റ്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്. റെഡ് വെൽവെറ്റ് പോലെ തന്നെ. അതെ അതെ, ഓറഞ്ച്. ഇത് ഓറഞ്ച് ഫോക്സ് ടെയിൽ. ഇപ്പൊ ഇറങ്ങിയതാ, ഈ വർഷം ഇറങ്ങിയിട്ടുള്ളൂ. കിട്ടിയിട്ടുള്ളൂ, മുന്നേ ഇറങ്ങിണ്ടാവും, പക്ഷെ നമുക്ക് കിട്ടുന്നത് ഈ വർഷം. ഓറഞ്ച് ഫോക്സ് ടെയിൽ. ഇത് തായ്വാനീസ് ഗേൾ എന്ന് പറയും. പീച്ച് കളർ ഫ്ലവറും വെരിഗേറ്റഡ് ലീഫ്. നല്ലൊരു വെറൈറ്റി തന്നെ കേട്ടോ അതും.
എന്തായാലും ഇത് ശരിക്കും കളക്ട് ചെയ്യുന്നവർക്കാണ് ഇതിന്റെ ക്രേസ് ആകുന്നവർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല പുതിയത് വരുമ്പോഴത്തേനെ. ഓസ്ട്രേലിയല്ലോ നമുക്ക് അറിയാം, പക്ഷെ ഇപ്പോഴും നല്ല ഡിമാൻഡ്. നല്ല ഡിമാൻഡ്. ഇത് നല്ല ഭംഗിയാണ്. ഇതും മറ്റേ ഇതുപോലെ വേറെ ഒന്നുണ്ടല്ലോ, സുവർണ. സുവർണ ഏകദേശം രണ്ടും ഒരേപോലെ തന്നെയാണല്ലോ. ആ ക്രീം കളറിൽ നിന്ന് ഗോൾഡനിലേക്ക് വരും. പാന്ത്രാണ് ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് ഗ്രീനിലേക്ക് മാറും. നിറയെ പൂ പിടിക്കും. നല്ല വെറൈറ്റിയാണ് വൈറ്റ് പാന്തർ. അതിന്റെ തന്നെ പിങ്ക് ആണിത്, പിങ്ക് പാന്തർ. നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് പാന്തർ അല്ലേ. പിങ്ക് പാന്തർ ഇത് നല്ല വെറൈറ്റിയാണ്. ഇത് രണ്ടും നല്ല ഡിമാൻഡ് ഉണ്ട്, ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നുണ്ട്. സിൻഡായുടെ പർപ്പിള്, നമ്മളവിടെ ഓറഞ്ചും റെഡും കണ്ടില്ലേ, അതിന്റെ ഡീപ്പ് പർപ്പിളാണത്. സിൻഡായി പർപ്പിള്. അതെ, ഒരുപാട് വെറൈറ്റി ഉണ്ട് പർപ്പിളില്. ഏറ്റവും കൂടുതൽ വന്നുള്ളത് പർപ്പിളിലാ തോന്നാറ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയ കാര്യം അറിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഒന്ന് പറയൂ, ഏത് അവാർഡാണ്, എവിടെ നിന്നാണ് കിട്ടിയതെന്ന്? അത് പൂക്കളും കൂട്ടുകാരും എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പാണ്, കൂട്ടായ്മയുടെ. അതിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തത്. മികച്ച ഉദ്യാന കൃഷിക്കുള്ള ഒരു ആദരവാണ് ഹോപ്പിന്റെ. ഈ വർഷം തൃശ്ശൂർ വെച്ചിട്ടാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം കിട്ടി. എനിക്കിപ്പോ ഒരു 3ാമത്തെ വർഷമാണ്. അതൊരു സന്തോഷ വാർത്തയാണ്. അതെ, അങ്ങനെ അതെ, അതൊരു അംഗീകാരമാണ്. കിട്ടുമ്പോ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിന്. അതെ, അപ്പൊ അതിന് വേണ്ടിട്ടൊന്ന് കിട്ടിയപ്പോ അതൊരു സന്തോഷം. ഈ വർഷത്തെ ആദരവിന് എന്നെ തെരഞ്ഞെടുത്ത പൂക്കളും കൂട്ടുകാരും ഗ്രൂപ്പിന്റെ അഡ്മിൻസിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടെ ഉണ്ട്. കാരണം 3ാമത്തെ വർഷമാണ് എനിക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ വർഷം ചേട്ടൻ ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നിയത്. ഓക്കെ, അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും. ഓക്കെ, താങ്ക് യു.